Okay, good afternoon, all of you. All of you mark your attendance. Okay. അപ്പോൾ നമ്മൾ 10th lesson ആണ് പഠിക്കുന്നത് അല്ലേ? Okay, page number 40. Take page number 40. 40. എടുത്തോ എല്ലാവരും? നമ്മള് കുറച്ച് പഠിച്ചില്ലേ മക്കളെ? അതായത് ഫസ്റ്റ് പാരഗ്രാഫ് 2 പാരഗ്രാഫ് പഠിച്ചു എന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, മിസ് ഒന്നുകൂടി അത് വായിക്കാം. 10ാമത്തെ ലെസൺ ആരെപ്പറ്റിയ? ചാച്ചാ നെഹ്റുവിനെ പറ്റിയായിരുന്നു പറഞ്ഞത്. നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചത് മക്കളെ? ചാച്ചാ നെഹ്റു ആരായിരുന്നു? ആരായിരുന്നു? ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം അല്ലേ? അദ്ദേഹം ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം. 1889 നവംബർ 14 അദ്ദേഹം ജനിച്ചത് അല്ലെ? നവംബർ 14, അതായത് നവംബർ 14 എന്തായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്? ദിനമായിട്ടാണ് നാം, ചിൽഡ്രൻസ് ഡേ ആയിട്ടാണ് നാം ആഘോഷിക്കുന്നത് അല്ലെ? അത്രയാണ് നമ്മൾ പറഞ്ഞത്. പിന്നെന്തൊക്കെ പറഞ്ഞു? ചാച്ചാ നെഹ്റുവിനെ നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്നതാണ് അല്ലെ? ജവഹർലാൽ നെഹ്റു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേര്. അതും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ അത്രയും കാര്യങ്ങൾ പറഞ്ഞു. മിസ് ഒന്ന് വായിക്കാം. അതിന് മുന്നേ നിങ്ങൾ പറഞ്ഞ ഇത് ആരതിക്ക്, ആരതി എന്ന് പറഞ്ഞൊരു കുട്ടിക്ക് വേണ്ടി അവളുടെ അച്ഛൻ എഴുതുന്ന ലെറ്റർ ആയിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്തിനാണ് ആരതി അച്ഛന്റെ സഹായം തേടുന്നത്? ശിശുദിനത്തിന് വേണ്ടി അല്ലെ? അപ്പൊ ആ കുട്ടി എന്താ എല്ലാറ്റിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ അതാണ് നിങ്ങൾ അതില്. അപ്പൊ എന്ത് ചെയ്യാ? എല്ലാറ്റിനും പങ്കെടുക്കാൻ, ഏത് പ്രോഗ്രാം ആയാലും പങ്കെടുക്കുക അല്ലെ? അപ്പൊ അതിനു വേണ്ടി ആണ് അച്ഛന്റെ ഹെൽപ്പ് തേടുന്നത്. അച്ഛൻ എഴുതി കൊടുക്കുന്നതാണ് ആയിട്ടാണ് ഇതിൽ പറയുന്നത്. അപ്പൊ നമുക്ക് ഒന്നുകൂടി വായിക്കാം മിസ്. അത് പ്രിയപ്പെട്ട ആരതി മോൾക്ക്, നിനക്കും അമ്മയ്ക്കും സുഖമാണല്ലോ. ശിശുദിനാഘോഷത്തിൽ പങ്കെടുക്കുന്നത്, കേൾക്കുന്നില്ലേ മക്കളെ? ശിശുദിനാഘോഷത്തിൽ പങ്കെടുക്കുന്നത് നല്ല കാര്യമാണ്. അച്ഛൻ നിന്നെ അഭിനന്ദിക്കുന്നു. അതിലെന്താ പറഞ്ഞത്? ശിശുദിനാഘോഷത്തില് പങ്കെടുക്കുന്നതിന് അച്ഛൻ എന്താ ചെയ്യുന്നേ? അത് നല്ല കാര്യമാണ്. അതുകൊണ്ട് അച്ഛൻ എന്ത് ചെയ്യുന്നേ? അഭിനന്ദിക്കുന്നുണ്ട്. അപ്പൊ എന്താ ചെയ്യണേ? നിങ്ങളും എല്ലാ പ്രോഗ്രാമിലും പങ്കെടുക്കുക കേട്ടോ. അച്ഛനമ്മമാർക്ക് അത് സന്തോഷാണ് അല്ലെ? ചാച്ചാജിയെ കുറിച്ചല്ലേ മോൾക്ക് അറിയേണ്ടത്? ചാച്ചാജി എന്നത് നിങ്ങൾ കുട്ടികൾ വിളിക്കുന്ന പേരാണ്. ജവഹർലാൽ നെഹ്റു എന്നാണ് അദ്ദേഹത്തിന്റെ ശരിയായ പേര്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി. കുട്ടികളോട് വലിയ ഇഷ്ടമായിരുന്നു ചാച്ചാജിക്ക്. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ശിശുദിനം എന്നറിയാമല്ലോ. 1889 നവംബർ 14 അദ്ദേഹം ജനിച്ചത്. 1889 നവംബർ 14 അല്ലെ? 14 അദ്ദേഹം ജനിച്ചത്. അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു ആര്? ജവഹർലാൽ നെഹ്റു. നമ്മളെ സ്നേഹപൂർവ്വം എന്ത് വിളിക്കും? ചാച്ചാജി എന്ന് വിളിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ? അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ശിശുദിനമായി നാം ആഘോഷിക്കുന്നത് പറഞ്ഞു. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിയേ മക്കള്. അടുത്ത പാരഗ്രാഫ് ശ്രദ്ധിച്ചേ. ചാച്ചാജി വലിയ എഴുത്തുകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട്. എന്താ അതിന്റെ പേര് നോക്കിയേ? അണ്ടർലൈൻ ചെയ്യണേ മക്കളെ. ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്നാണ് അതിന്റെ പേര്. അപ്പൊ ആദ്യത്തെ പാരഗ്രാഫിൽ എന്തെല്ലാം അണ്ടർലൈൻ ചെയ്യാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന്, അദ്ദേഹത്തിന്റെ ജവഹർലാൽ നെഹ്റു എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേര്. പിന്നെ എന്താ പറഞ്ഞേ? ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി, അത് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ്, ശിശുദിനം ആണ് ആരുടെ? ചാച്ചാജിയുടെ ജന്മദിനമാണ് ശിശുദിനമായി എന്നറിയാമല്ലോ എന്ന് കണ്ടോ? അപ്പൊ ആ ശിശുദിനം നിലയിനെ അണ്ടർലൈൻ ചെയ്യണം. പിന്നെ 1889 നവംബർ 14 അദ്ദേഹം ജനിച്ചത്. അതൊക്കെ നിങ്ങൾ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, അണ്ടർലൈൻ ചെയ്യണം. നെക്സ്റ്റ് പാരഗ്രാഫിൽ നമ്മളിപ്പോ എന്താ പറഞ്ഞ? ഒരു അച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്നാണ് അതിന്റെ പേര്. ഏതിന്റെ പേര്? അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട്. ആരുടെ? ജവഹർലാൽ നെഹ്റുവിന്റെ. അതിന്റെ പേരാണ് എന്ത്? ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ അല്ലെ? ഓക്കെ, നെക്സ്റ്റ് എന്താ പറഞ്ഞ നോക്കിയേ. ദൂരെ ബോർഡിംഗ് സ്കൂളിലായിരുന്ന ചാച്ചാജിയുടെ ഒരേ ഒരു മകൾ ഇന്ദിരാ പ്രിയദർശിനി പഠിച്ചിരുന്നത്.
10 വയസ്സുകാരിയായ അവൾക്ക് ചാച്ചാജി അയച്ച 30 കത്തുകളാണ് ആ പുസ്തകത്തിലുള്ളത്. അപ്പൊ ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അതില് എന്താണ് 10 വയസ്സുകാരിയായ മകൾക്ക് ചാച്ചാജി അയച്ച 30 കത്തുകളാണ് അടങ്ങിയിരിക്കുന്നത് അല്ലേ? കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും ആ കത്തുകളിലൂടെയാണ് ചാച്ചാജി മകൾക്ക് പറഞ്ഞു കൊടുത്തത്. അപ്പൊ ഒന്നുകൂടി ആ പാരഗ്രാഫ് പറയാം മിസ്. അപ്പൊ ചാച്ചാജി വലിയ എഴുത്തുകാരനായിരുന്നു. അദ്ദേഹം വലിയ എഴുത്തുകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട്. അതിന്റെ പേരെന്താന്നാ പറഞ്ഞേ? ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്നാണ് അതിന്റെ പേര്. അതില് എന്താണ് അടങ്ങിയിരിക്കുന്നതെന്നാ പറഞ്ഞത്? ദൂരെ സ്കൂളിലായിരുന്ന മകൾ ഇന്ദിരാ പ്രിയദർശിനിക്ക് അയച്ച 30 കത്തുകളാണ് അതില് അടങ്ങിയിരിക്കുന്നത്. ഈ ഇന്ദിരാ പ്രിയദർശിനി നിങ്ങൾക്ക് അറിയോ? കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇന്ദിരാഗാന്ധിനെ കേട്ടിട്ടുണ്ടോ? ആരായിരുന്നു ഇന്ദിരാഗാന്ധി? ഇന്ത്യയുടെ പ്രധാനമന്ത്രി. വനിതാ പ്രധാനമന്ത്രി. വനിതാ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം. ആര്? ഇന്ദിരാഗാന്ധി അല്ലെ? ഇത് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു നെഹ്റു അല്ലെ? അപ്പൊ ഈ ഇന്ദിര മകൾക്ക് അയച്ച 30 കത്തുകളാണ് ഈ ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന പുസ്തകത്തില് അടങ്ങിയിരിക്കുന്നത്. അതെ, അതിലെന്താ പറയുന്നത് നോക്കിയേ? കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും ആ കത്തുകളിലൂടെയാണ് ചാച്ചാജി മകൾക്ക് പറഞ്ഞു കൊടുത്തത്. മനസ്സിലായോ അത്ര വരെ? ഒന്നുകൂടി മിസ് ആ പാരഗ്രാഫ് വായിക്കാം. ചാച്ചാജി വലിയ എഴുത്തുകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട്. ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്നാണ് അതിന്റെ പേര്. ദൂരെ ബോർഡിംഗ് സ്കൂളിലായിരുന്ന ചാച്ചാജിയുടെ ഒരേ ഒരു മകൾ ഇന്ദിരാ പ്രിയദർശിനി പഠിച്ചിരുന്നത്. 10 വയസ്സുകാരിയായ അവൾക്ക് ചാച്ചാജി അയച്ച 30 കത്തുകളാണ് ആ പുസ്തകത്തിലുള്ളത്. കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും ആ കത്തുകളിലൂടെയാണ് ചാച്ചാജി മകൾക്ക് പറഞ്ഞു കൊടുത്തത്. നെക്സ്റ്റ് വായിക്കട്ടെ, അടുത്തത് ശ്രദ്ധിക്കണേ. കുട്ടികളോട് നെഹ്റുവിനുള്ള ആ സ്നേഹത്തിന്റെ ഓർമ്മയിലാണ് അദ്ദേഹത്തെ ചാച്ചാജി എന്ന് വിളിക്കുന്നത്. ഉണ്ടോ? കുട്ടികളോട് നെഹ്റുവിനുള്ള ആ സ്നേഹത്തിന്റെ ഓർമ്മയിലാണ് അദ്ദേഹത്തെ എന്ത് വിളിക്കുന്നത്? ചാച്ചാജി. അണ്ടർലൈൻ ചെയ്യണം, ചാച്ചാജി അല്ലേ? ചാച്ചാജി എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ് അല്ലേ? പിന്നെന്താ പറഞ്ഞേ? വളരെ പ്രസിദ്ധമാണ് ചാച്ചാജിയുടെ ജാക്കറ്റ്. നിങ്ങൾക്കറിയോ ജാക്കറ്റ്? യൂണിഫോം ഓക്കെ. വളരെ പ്രസിദ്ധമാണ് ചാച്ചാജിയുടെ ജാക്കറ്റ്. അതിന്റെ കീശയിൽ അദ്ദേഹം എപ്പോഴും ഒരു ചുവന്ന പനിനീർ പൂ ചൂടുമായിരുന്നു. അപ്പൊ ജാക്കറ്റ് കണ്ടിട്ടുണ്ടോ നിങ്ങള്? ചാച്ചാജിയുടെ ജാക്കറ്റ് കുട്ട കണ്ടിട്ടുണ്ടോ? ആ വൈറ്റ് അല്ലേ? അതിന് കീശക്ക് ചാച്ചാജിയുടെ വന്ന പനിനീർപ്പൂ. അതിന് അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. 1964 മെയ് 24-നാണ് ചാച്ചാജി മരിക്കുന്നത്. എപ്പോഴാണ് ചാച്ചാജി മരിക്കുന്നത്? 1964. എത്രയിലാ ജനിക്കുന്നേ? എപ്പോഴാ അദ്ദേഹം ജനിച്ചത്? 1889 ജനിച്ചത്. 1964 മെയ് 24-നാണ് അദ്ദേഹം മരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന് ചെയ്ത സേവനങ്ങളുടെ പേരിൽ രാഷ്ട്രശില്പി എന്ന് നാം അദ്ദേഹത്തെ ആദരവോടെ വിളിക്കുന്നു. അപ്പൊ രാഷ്ട്രശില്പി എന്ന് ആണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. എന്തുകൊണ്ടാണ്? നമ്മുടെ രാജ്യത്തിന് ചെയ്ത സേവനങ്ങളുടെ പേരിൽ അല്ലെ? നമ്മുടെ രാജ്യത്തിന് ചെയ്ത സേവനങ്ങളുടെ പേരിൽ രാഷ്ട്രശില്പി എന്നാണ് നാം അദ്ദേഹത്തെ ആദരവോടെ ബഹുമാനത്തോടെ വിളിക്കുന്നത് അല്ലെ? എന്തുകൊണ്ടാണ് നമ്മൾ രാഷ്ട്രശില്പി എന്ന് ജവഹർലാൽ നെഹ്റുവിനെ വിളിക്കുന്നത്? നമ്മുടെ
ചാച്ചാജിയെ രാഷ്ട്രശില്പി എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട്? എന്തുകൊണ്ടാ? നമ്മുടെ രാജ്യത്തിന് ചെയ്ത സേവനങ്ങളുടെ പേരിൽ നാം അദ്ദേഹത്തെ രാഷ്ട്രശില്പി എന്ന് വിളിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന് ചെയ്ത സേവനങ്ങളുടെ പേരിലാണ് നാം അദ്ദേഹത്തെ രാഷ്ട്രശില്പി എന്ന് വിളിക്കുന്നത്, അല്ലെ? ശിശുദിനത്തിൽ കൂട്ടുകാരോട് പ്രസംഗിക്കാൻ ഇത്രയും കാര്യങ്ങൾ മതിയാകുമല്ലോ. മോൾ നന്നായി പഠിക്കുന്നുവെന്നറിഞ്ഞ് അച്ഛന് സന്തോഷം തോന്നുന്നു. എല്ലാ വിജയങ്ങളും നേരുന്നു. മനസ്സിലായോ? ശിശുദിനാഘോഷത്തിൽ കൂട്ടുകാരോട് പ്രസംഗിക്കാൻ ഇത്രയും കാര്യങ്ങൾ മതിയാകുമല്ലോ. മോൾ നന്നായി പഠിക്കുന്നുവെന്നറിഞ്ഞ് അച്ഛന് സന്തോഷം തോന്നുന്നു. എല്ലാ വിജയങ്ങളും നേരുന്നു, അല്ലെ? അത് പറഞ്ഞിട്ട് എങ്ങനെയാ ലെറ്റർ അവസാനിപ്പിക്കുന്നത്? സ്നേഹത്തോടെ നിന്റെ അച്ഛൻ. അപ്പൊ ഫസ്റ്റിൽ എങ്ങനെയാ എഴുതിയ ലെറ്റർ എഴുതുമ്പോൾ മനസ്സിലായോ? പ്രിയപ്പെട്ട ആരതി മോൾക്ക് എന്നുണ്ട് ഫസ്റ്റില്. നെക്സ്റ്റ് ലാസ്റ്റ് എന്താ? സ്നേഹത്തോടെ നിന്റെ അച്ഛൻ എന്ന് എഴുതിയിട്ടുണ്ട്, അല്ലെ? ഓക്കെ. അപ്പൊ മിസ് വായിക്കാൻ പറയാ. ഓക്കെ. അപ്പൊ നിങ്ങക്ക് വായിക്കാൻ മനസ്സിലായോ മക്കളെ എല്ലാവർക്കും? ഒന്നുകൂടി വായിക്കണോ മിസ് എല്ലാം? വായിക്കാൻ അറിയാം അല്ലെ? ഒന്നുകൂടി മിസ് ഒന്ന് വായിക്കാം. പ്രിയപ്പെട്ട ആരതി മോൾക്ക്, നിനക്കും അമ്മയ്ക്കും സുഖമാണല്ലോ. ശിശുദിനാഘോഷത്തിൽ പങ്കെടുക്കുന്നത് നല്ല കാര്യമാണ്. അച്ഛൻ നിന്നെ അഭിനന്ദിക്കുന്നു. ചാച്ചാജിയെ കുറിച്ചല്ലേ മോൾക്ക് അറിയേണ്ടത്? ചാച്ചാജി എന്നത് നിങ്ങൾ കുട്ടികൾ വിളിക്കുന്ന പേരാണ്. ജവഹർലാൽ നെഹ്റു എന്നാണ് അദ്ദേഹത്തിന്റെ ശരിയായ പേര്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി. കുട്ടികളോട് വലിയ ഇഷ്ടമായിരുന്നു ചാച്ചാജിക്ക്. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ശിശുദിനം എന്നറിയാമല്ലോ. 1889 നവംബർ 14 അദ്ദേഹം ജനിച്ചത്. ചാച്ചാജി വലിയ എഴുത്തുകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട്. ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്നാണ് അതിന്റെ പേര്. ദൂരെ ബോർഡിംഗ് സ്കൂളിലായിരുന്ന ചാച്ചാജിയുടെ ഒരേ ഒരു മകൾ ഇന്ദിരാ പ്രിയദർശിനി പഠിച്ചിരുന്നത്. 10 വയസ്സുകാരിയായ അവൾക്ക് ചാച്ചാജി അയച്ച 30 കത്തുകളാണ് ആ പുസ്തകത്തിൽ ഉള്ളത്. കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും ആ കത്തുകളിലൂടെയാണ് ചാച്ചാജി മകൾക്ക് പറഞ്ഞു കൊടുത്തത്. കുട്ടികളോട് നെഹ്റുവിനുള്ള ആ സ്നേഹത്തിന്റെ ഓർമ്മയിലാണ് അദ്ദേഹത്തെ ചാച്ചാജി എന്ന് വിളിക്കുന്നത്. വളരെ പ്രസിദ്ധമാണ് ചാച്ചാജിയുടെ ജാക്കറ്റ്. അതിന്റെ കീശയിൽ അദ്ദേഹം എപ്പോഴും ഒരു ചുവന്ന പനിനീർ പൂ ചൂടുമായിരുന്നു. 1964 മെയ് 24 ചാച്ചാജി മരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന് ചെയ്ത സേവനങ്ങളുടെ പേരിൽ രാഷ്ട്രശില്പി എന്ന് നാം അദ്ദേഹത്തെ ആദരവോടെ വിളിക്കുന്നു. ശിശുദിനത്തിൽ കൂട്ടുകാരോട് പ്രസംഗിക്കാൻ ഇത്രയും കാര്യങ്ങൾ മതിയാകുമല്ലോ. മോൾ നന്നായി പഠിക്കുന്നു എന്നറിഞ്ഞ അച്ഛന് സന്തോഷം തോന്നുന്നു. എല്ലാ വിജയങ്ങളും നേരുന്നു. സ്നേഹത്തോടെ നിന്റെ അച്ഛൻ. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോ ജവഹർലാൽ നെഹ്റുവിനെ പറ്റിയായിരുന്നു നമ്മുടെ പാഠം. ചാച്ചാ നെഹ്റു ആരായിരുന്നു? എത്രയിലാണ് അദ്ദേഹം ജനിച്ചത്? അദ്ദേഹം എഴുതിയ കത്തുകളുടെ, അതായത് പുസ്തകത്തിന്റെ പേരെന്താണ്? പിന്നെ ശിശുദിനം എപ്പോഴാണ് ആഘോഷിക്കുന്നത്, അല്ലെ? ഇതൊക്കെയാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ രാഷ്ട്രശില്പി എന്ന് വിളിക്കുന്നത്? അദ്ദേഹം എത്രയിലാണ് മരിച്ചത്? ഇതൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം. നെഹ്റുവിന്റെ കാര്യത്തില് നെഹ്റുവിന്റെ സ്നേഹത്തോടെ നമ്മൾ ചാച്ചാജി എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ മക്കൾക്ക് ആ പാഠം? യെസ്. ഓക്കെ, എന്നാ ഒന്ന് വായിച്ചോ. ആരാ വായിക്കുന്ന ഫസ്റ്റ്? എന്നാ വായിക്കും. പാഠം 10. ചാച്ചാ നെഹ്റു. അച്ഛാ സ്കൂളിൽ ശിശുദിനം ആഘോഷിക്കും. എന്നോടും പ്രസംഗിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നെഹ്റുവിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. അച്ഛൻ എന്നെ സഹായിക്കുമോ? ആരാധിമോൾ. പ്രിയപ്പെട്ട ആരാധിമോൾ, നിനക്കും അമ്മയ്ക്കും സുഖമാണല്ലോ. ശിശുദിനാഘോഷത്തിൽ പങ്കെടുക്കുന്നത് നല്ല കാര്യമാണ്. അച്ഛൻ നിന്നെ അഭിനന്ദിക്കുന്നു. ചാച്ചാജിയെ കുറിച്ചല്ലേ മോൾക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ചാച്ചാജി എന്നതു നിങ്ങൾ കുട്ടികൾ വിളിക്കുന്ന
ാണ് ജവഹർലാൽ നെഹ്റു എന്നാണ് അദ്ദേഹത്തിന്റെ ശരിയായ പേര്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി. കുട്ടികളോട് വലിയ ഇഷ്ടമായിരുന്നു ചാച്ചാജിക്ക്. അദ്ദേഹത്തിന്റെ ജന്മമാണ് ശിശുദിനം എന്ന് നവംബർ 14 അദ്ദേഹം ജനിച്ചത്. ചാച്ചാജി വലിയ എഴുത്തുകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട്. ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്നാണ് അതിന്റെ പേര്. ദൂരെ ബോർഡിൽ സ്കൂളിലായിരുന്നു ചാച്ചാജിയുടെ ഒരേ ഒരു മകൾ ഇന്ദിര പ്രിയദർശിനി പഠിച്ചിരുന്നത്. 10 വയസ്സുകാരിയായ അവൾക്കു ചാച്ചാജി അയച്ച 30 കത്തുകളാണ് ആ പുസ്തകത്തിലുള്ളത്. കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും ആ കത്തുകളിൽ കൂടെയാണു ചാച്ചാജി കുട്ടികളോട് നെഹ്റുവിന്റെ ആ സ്നേഹത്തിന്റെ ഒരു ഓർമ്മയാണ് അദ്ദേഹത്തിന്റെ ചാച്ചാജി എന്ന് വിളിക്കുന്നത്. വളരെ പ്രസിദ്ധമാണ് ചാച്ചാജിയുടെ ജാക്കറ്റ്. അതിന്റെ കീശയിൽ അദ്ദേഹം എപ്പോഴും ഒരു ചുവന്ന പന്നീർപ്പു ചൂടുമായിരുന്നു. 1964 മെയ് 14 മെയ് 14 ചാച്ചാജി 1964 മെയ് 14 ചാച്ചാജി മരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിനു ചെയ്ത സേവനങ്ങളുടെ പേരിൽ രാഷ്ട്രശില്പി എന്നു നാം അദ്ദേഹത്തെ ആദരവോടെ വിളിക്കുന്നു. ശിശുത്തിൽ കുട്ടികളോട് പ്രസംഗിക്കാൻ ഇത്രയും കാര്യങ്ങൾ മതിയാകുമല്ലോ. മോൾ നന്നായി പഠിക്കുന്നു എന്ന് അറിഞ്ഞു അച്ഛന് സന്തോഷം. എല്ലാ വിജയങ്ങളും നേരുന്നു. ഓക്കെ ഇഫുന, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ വായിക്കുന്നേ മക്കളെ? അടുത്ത ആരാ വായിക്കുന്നേ? യെസ്, അലൻ ജോസഫ്. പ്രിയപ്പെട്ട ആരതി മോൾക്ക്, നിനക്കും അമ്മയ്ക്കും സുഖമാണല്ലോ. ശിശുദിന ഘോഷത്തിൽ പങ്കെടുക്കുന്നതു നല്ല കാര്യമാണ്. അച്ഛൻ നിന്നെ അഭിനന്ദിക്കുന്നു. ചാച്ചാജിയെ കുറിച്ചല്ലേ മോൾക്ക് അറിയേണ്ടത്. ചാച്ചാജി എന്നതു നിങ്ങൾ കുട്ടികൾ വിളിക്കുന്ന പേരാണ്. ജവഹർലാൽ നെഹ്റു എന്നാണ് അദ്ദേഹത്തിന്റെ ശരിയായ പേര്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി. കുട്ടികളോടു വലിയ ഇഷ്ടമായിരുന്നു ചാച്ചാജിക്ക്. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ശിശുദിനം. ശിശുദിനം എന്നറിയാമല്ലോ. 1889 നവംബർ 14 അദ്ദേഹം ജനിച്ചത്. ചാച്ചാജി വലിയ എഴുത്തുകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്നാണ് അതിന്റെ പേര്.
ആയിരുന്നു ചാച്ചാജി ചാച്ചാജിയുടെ ഒരേ ഒരു ഒരു പ്രിയദർശിനി പഠിച്ചിരുന്നത്. 10 വയസ്സുകാരിയായ അവൾക്കു ചാച്ചാജി 30 കത്തുകളാണ് ആ പുസ്തകത്തിലുള്ളത്. കുട്ടികൾ അറിയേണ്ട പല കാര്യങ്ങളും ആ കത്തുകളിലൂടെയാണ് ചാച്ചാജി മകൾക്ക് പറഞ്ഞു കൊടുത്തത്. കുട്ടികളോടു നെഹ്റുവിനുള്ള ആ സ്നേഹത്തിന്റെ ഓർമ്മയിലാണ് അദ്ദേഹത്തെ ചാച്ചാജി എന്ന് വിളിക്കുന്നത്. വളരെ പ്രസിദ്ധമാണ് ചാച്ചാജിയുടെ ജാക്കറ്റ്. അതിന്റെ കീശയിൽ അദ്ദേഹം എപ്പോഴും ഒരു ചുവന്ന പനിനീർ ചൂടുമായിരുന്നു. 1924 നാണ് ചാച്ചാജി മരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിനു ചെയ്ത സേവനങ്ങളുടെ പേരിൽ രാഷ്ട്ര ശില്പി എന്നു നാം അദ്ദേഹത്തെ ആദരവോടെ വിളിക്കുന്നു. ഓക്കേ. ശിശുദിനത്തിൽ സ്നേഹത്തോടെ കൂട്ടുകാരോട് പ്രസംഗിക്കാൻ ഇത്രയും കാര്യങ്ങൾ മതിയാകുമല്ലോ. മോൾ നന്നായി പഠിക്കുന്നുവെന്നറിഞ്ഞ് അച്ഛനും സന്തോഷം തോന്നുന്നു. എല്ലാ വിജയങ്ങളും നേരുന്നു. സ്നേഹത്തോടെ നിന്റെ അച്ഛൻ. ഓക്കെ, വെരി ഗുഡ് അലൻ. നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? ആര്? ആരാ മക്കളെ? ഇവിടെ റിച്ചാർഡ് സിജോ കൈ പൊക്കുന്നുണ്ട് കേട്ടോ. വായിക്കാം മോളെ. പ്രിയപ്പെട്ട ആരതി മോൾക്ക് പാഠം 10 ചാച്ചാ നെഹ്റു. പ്രിയപ്പെട്ട ആരതി മോൾക്ക് നിനക്കും അമ്മയ്ക്കും സുഖമാണല്ലോ. ശിശു ദിനാഘോഷത്തിൽ പങ്കെടുക്കുന്നത് നല്ല കാര്യമാണ്. അച്ഛൻ നിന്നെ അഭിനന്ദിക്കുന്നു. ചാച്ചാജിയെ കുറിച്ചല്ലേ മോൾക്ക് അറിയേണ്ടത്. ചാച്ചാജി എന്നത് നിങ്ങൾ കുട്ടികൾ വിളിക്കുന്ന പേരാണ്. ജവഹർലാൽ നെഹ്റു എന്നാണ് അദ്ദേഹത്തിന്റെ ശരിയായ പേര്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി. കുട്ടികളോട് വലിയ ഇഷ്ടമായിരുന്നു ചാച്ചാജിക്ക്. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ശിശുദിനം എന്നറിയാമല്ലോ. 1889 നവംബർ 14 അദ്ദേഹം ജനിച്ചത്. ചാച്ചാജി വലിയ എഴുത്തുകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട്. ഒരച്ഛൻ മകൾക്ക് അയച്ച
കത്തുകൾ എന്നാണ് അതിന്റെ പേര്. ദൂരെ ബോർഡിംഗ് സ്കൂളിൽ ായിരുന്നു ചാച്ചാജിയുടെ ഒരേ ഒരു മകൾ ഇന്ദിര പ്രിയദർശിനി പഠിച്ചിരുന്നത്. 10 വയസ്സുകാരിയായ അവൾക്ക് ചാച്ചാജി അയച്ച 30 കത്തുകളാണ് ആ പുസ്തകത്തിലുള്ളത്. കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും ആ കത്തുകളിൽ ഉണ്ടായിരുന്നു. കത്തുകളിലൂടെയാണ് ചാച്ചാജി മകൾക്ക് പറഞ്ഞു കൊടുത്തത്. മോനെ ഫാത്തിമക്ക് വായിച്ചോ. എന്റെ നമുക്ക് അടുത്ത വർക്ക് ചെയ്യാലോ. ഓക്കെ, വെരി ഗുഡ് റിച്ചാർഡ്. ഫാത്തിമ പോയാ? ഫാത്തിമ KM ഇല്ല. നെക്സ്റ്റ് സാവിയോ വായിക്കുന്നുണ്ടോ? നുറാസ് ഓക്കെ, വായിക്കേ. അവിടുന്ന് അങ്ങോട്ട് ഇപ്പൊ റിച്ചാർഡ് വായിച്ചതിന് ശേഷം എന്നിട്ട് നമുക്ക് ആ വർക്ക് ചെയ്യാലോ. വേഗം ന്യൂറാസ് കേൾക്കുന്നുണ്ടോ? അറിയില്ലേ വായിക്കാൻ? അൺമ്യൂട്ട് ചെയ്തിട്ട് വായിക്കേ. ഇപ്പൊ റിച്ചാർഡ് വായിച്ചില്ലേ? അതിന് ശേഷമുള്ള കാര്യങ്ങൾ വായിക്ക്. എവിടം വരെ ആയിരുന്നു? നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല? എവിടം വരെ ആയിരുന്നു റിച്ചാർഡ് വായിച്ചത്? കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും ആ കത്തുകളിലൂടെയാണ് ചാച്ചാജി മകൾക്ക് പറഞ്ഞു കൊടുത്തത്. അതിനുശേഷമുള്ള കാര്യങ്ങൾ വായിക്കാം. വളരെ കുട്ടികളോട്, ഇനി തൊട്ട് മുമ്പില് കുട്ടികളോട് നെഹ്റുവിനുള്ള വായിക്ക്. കുട്ടികളോട് നെഹ്റുവിനുള്ള ആ സ്നേഹത്തിന്റെ ഓർമ്മയിലാണ് അദ്ദേഹത്തെ ചാച്ചാജി എന്ന് വിളിക്കുന്നത്. വളരെ പ്രസിദ്ധമാണ് ചാച്ചാജിയുടെ ജാക്കറ്റ്. അതിന്റെ കീശയിൽ അദ്ദേഹം എപ്പോഴും ഒരു ചുവന്ന പനിനീർപ്പൂ ചൂടായിരുന്നു. 1964 മെയ് 24-നാണ് ചാച്ചാജി മരിക്കുന്നത്. എന്തിനാ വരുന്നേ? എന്നാ അവിടെ കിട്ടിയിട്ടില്ല ഇത്രയും ചിരിക്കാൻ? എന്തെങ്കിലും സന്തോഷത്തിന്റെ ദിവസമാണോ? അല്ല, വല്ലാതെ ചിരി വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വായിക്കാൻ പറഞ്ഞേ. ഇവിടെ ശ്രദ്ധിക്കുന്നല്ല ഉണ്ടായത് നുറാസ് എന്ന് മനസ്സിലായത് കൊണ്ട് കേട്ടോ. വായിക്ക്. നമ്മുടെ രാജ്യത്തിന് ചെയ്ത സേവനങ്ങളുടെ പേരിൽ നമ്മുടെ രാജ്യത്തിനും ചെയ്ത സേവനങ്ങളുടെ പേരിൽ രാഷ്ട്രം ശില്പി എന്ന് നാം രാഷ്ട്രശില്പി. രാഷ്ട്രം എന്ന് പറഞ്ഞാൽ എന്താ? രാജ്യം. രാജ്യത്തിന്റെ ശില്പി എന്ന് നാം അദ്ദേഹത്തെ ആദരവോടെ വിളിക്കുന്നു. ശിശുദിനത്തിൽ
കൂട്ടുകാരോട് പ്രസംഗിക്കാൻ ഉം, അത്രയും കാര്യങ്ങൾ കാര്യങ്ങൾ മതിയാകുമല്ലോ. മതിയാവുമല്ലോ. മോൾ നന്നായി പഠിക്കുന്നുവെന്നറിഞ്ഞ് മോൾ മകൾ അർത്ഥത്തിലാണ്. നന്നായി പഠിക്കുന്നുവെന്നറിഞ്ഞ് അച്ഛന് സന്തോഷം തോന്നുന്നു. അറിഞ്ഞ് സന്തോഷം തോന്നുന്നു. സന്തോഷം തോന്നുന്നു. എല്ലാ വിജയങ്ങളും എല്ലാ വിജയങ്ങളും ഉം, നേരുന്നു. ഉം. സ്നേഹത്തോടെ ആരാണ്? നിന്റെ അച്ഛൻ. ഓക്കെ, മതി. ഓക്കെ, ഓൾ ഓഫ് യു ലിസൺ. താഴെ പഠന പ്രവർത്തനങ്ങൾ കണ്ടോ? അതിൽ പദം പരിചയപ്പെടുക അല്ലെ? പദം പരിചയപ്പെടുക എന്നുണ്ട്. ആദരം എന്താ അർത്ഥം എന്നറിയോ? ആദരം മിസ് എഴുതി സെൻഡ് ചെയ്തൊന്നുമില്ല. ആദരം എന്താ അർത്ഥം മക്കളെ? ബഹുമാനം. ആദരവോടെ പറഞ്ഞാൽ ബഹുമാനത്തോടെ അല്ലെ? ആദരവോടെ നമ്മൾ പറഞ്ഞില്ലേ? ആദരവോടെ അദ്ദേഹത്തെ രാഷ്ട്രശില്പി എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ആദരം എന്ന പദത്തിന്റെ അർത്ഥം ബഹുമാനം എന്നാണ്. ജന്മദിനം എന്താ? ജന്മദിനം അത് നിങ്ങൾക്ക് അറിയില്ലേ? ജനിച്ച ദിവസം. ജനിച്ച ദിവസം. വെരി ഗുഡ്. നെക്സ്റ്റ്, പ്രസിദ്ധം. പ്രസിദ്ധമായ എന്ന് കേട്ടിട്ടില്ലേ? കേൾവി കേട്ട അല്ലെങ്കിൽ പ്രശസ്തി. ഓക്കെ, അത് മിസ് എഴുതി സെൻഡ് ചെയ്തേരാ കേട്ടാ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. സേവനം. അടുത്ത സേവനം, പരിചരിക്കല് അല്ലെ? സേവനം എന്ന് പറഞ്ഞാല് പരിചരിക്കല് എന്നാണ് അർത്ഥം. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റീസ്, രണ്ടാമത്തെ നോക്കിയേ, ഉത്തരം കണ്ടെത്താം എന്നാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ആരതി അച്ഛനോട് ആവശ്യപ്പെട്ടത് എന്ത്? എന്തായിരുന്നു ആവശ്യപ്പെട്ടത് ആരതി അച്ഛനോട്? ചാച്ചാജിയുടെ ശിശുദിനത്തിലെ പ്രസംഗിക്കാൻ വേണ്ടി ചാച്ചാജിയെ കുറിച്ച് എന്തെങ്കിലും എഴുതി തരാൻ അല്ലേ? അങ്ങനല്ലേ പറഞ്ഞത്? അച്ഛാ, സ്കൂളിൽ ശിശുദിനം ആഘോഷിക്കുന്നു, എന്നോട് പ്രസംഗിക്കാൻ പറഞ്ഞിട്ടുണ്ട്, നെഹ്റുവിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല, അച്ഛൻ എന്നെ സഹായിക്കുമല്ലോ എന്നാണ് ആരതി അച്ഛനോട് ആവശ്യപ്പെട്ടത് അല്ലെ? ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആര്? ജവഹർലാൽ നെഹ്റു. ചാച്ചാജിയെ രാഷ്ട്രശില്പി എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാ? വെരി ഗുഡ്. നമ്മുടെ രാജ്യത്തിന് ചെയ്ത സേവനങ്ങളുടെ പേരിലാണ് അദ്ദേഹത്തെ നാം ആദരവോടെ എന്ത് വിളിക്കുന്നത്? രാഷ്ട്രശില്പി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് ക്വസ്റ്റ്യൻ ആൻസർ ഉള്ളത്. അർത്ഥവും ക്വസ്റ്റ്യൻ ആൻസറും മിസ് എഴുതിയിട്ട് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, മനസ്സിലായല്ലോ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ ഇല്ലേ? നിങ്ങൾക്ക് എളുപ്പമായിരിക്കും പഠിക്കാൻ. അടുത്ത പേജ് എടുത്തേ മക്കള്. മൂന്നാമത്തെ ആക്ടിവിറ്റീസ്, പേജ് നമ്പർ 42. ഓക്കെ, ജീവചരിത്ര രേഖ പൂർത്തിയാക്കുവാനുണ്ട്. മേലെ എഴുതിയിട്ടുണ്ട് ജീവചരിത്ര രേഖ പൂർത്തിയാക്കുക. അതിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒന്നാമത്തെ ബസ് വായിക്കാം. ജവഹർലാൽ നെഹ്റു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. 1889 നവംബർ 14 അദ്ദേഹം ജനിച്ചത്. ബോർഡിംഗ് സ്കൂളിലായിരുന്നു ചാച്ചാജിയുടെ ഒരേ ഒരു മകൾ ഇന്ദിരാ പ്രിയദർശിനി പഠിച്ചിരുന്നത്. ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്നാണ് അതിന്റെ പേര്. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ശിശുദിനം എന്നറിയാമല്ലോ. അദ്ദേഹം എപ്പോഴും ഒരു ചുവന്ന പനിനീർപ്പൂ ചൂടുമായിരുന്നു. രാജ്യത്തിന് ചെയ്ത സേവനങ്ങളുടെ പേരിൽ രാഷ്ട്രശില്പി എന്ന് നാം അദ്ദേഹത്തെ ആദരവോടെ വിളിക്കുന്നു. 1964 മെയ് 24 ചാച്ചാജി മരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിങ്ങൾ കണ്ടോ, റെഡിങ്ങിൽ എഴുതിയതാണ് നമുക്ക് താഴെ എഴുതേണ്ടത് അല്ലെ? തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട് ചാച്ചാജി ജീവചരിത്ര രേഖ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് പേര് ആരുടെ എഴുതുന്നത്? നമ്മൾ ചാച്ചാജിയുടെയാണ്. അപ്പൊ പേരെന്തായിരുന്നു? ജവഹർലാൽ നെഹ്റു. ആ റെഡിങ്ങിൽ മുകളിൽ എഴുതിയത് കണ്ടോ മക്കളെ? അതാണ് നമുക്ക് താഴെ എടുത്ത് എഴുതേണ്ടത് അല്ലെ? റെഡിങ്ങിൽ നമ്മള് മുകളിലത്തെ എഴുതിയതാണ് നമുക്ക് താഴെ എടുത്ത് എഴുതേണ്ടത്. കണ്ടോ മക്കളെ? ഇവിടെ ശ്രദ്ധിക്കോട്ടോ. ഈ ഫസ്റ്റിൽ ഇവിടെ റെഡിങ്ങിൽ എഴുതിയത് നിങ്ങൾ എന്ത് ചെയ്യണം?
ഇവിടെ ജവഹർലാൽ പേര് എന്നുള്ളടുത്ത് ആദ്യത്തെ കോളത്തിൽ നിങ്ങൾ എഴുതണം. എഴുതിക്കോ മക്കളെ. ആദ്യത്തെ കോളത്തിൽ പേര്. നുറാസ് എന്ന ക്ലാസ്സിൽ എഴുതിനോ മോനെ? എഴുതിയില്ലേ? കുറെ പേര് റെഗുലർ ക്ലാസ്സിൽ വരുന്നവർക്ക് ഇതുവരെ ഉള്ളത് മിസ് എടുത്തു.